എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ അന്യായമായ ഈ സമീപനത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം കൂടിയാണത്. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടന വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വരും ദിവസങ്ങളിൽ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു. എന്തായാലും KPCC പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഡാൻ കുര്യൻ ചെയ്യുന്നു. ഡാൻ, എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള സദസ്സിന് നേരെ ഈ കരിങ്കൊടി കാട്ടിയതും തുടർന്നുണ്ടായ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ചായിരുന്നു ഇങ്ങനൊരു മാർച്ച് KPCC നടത്തിയത്. അതിൽ നിന്നുമൊക്കെ കാര്യങ്ങൾ മാറി പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രധാനപ്പെട്ട നേതാക്കൾ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിലേക്ക് ടിയർ ഗ്യാസ് പൊട്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നേതാക്കൾക്കെല്ലാം ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നു. ചില നേതാക്കൾക്ക് തല കറങ്ങുന്നു. അവരെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ മാർച്ച് അത് വേറൊരു തലത്തിലേക്ക് പോകുന്ന രീതിയാണോ ഇപ്പോൾ കാണുന്നത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും രഞ്ജിനി. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തലസ്ഥാന നഗരിയിൽ ഈ പ്രതിഷേധം ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ഒക്കെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും അതോടൊപ്പം DGP ഓഫീസിലേക്കും മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് കൃത്യമായി അത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നത് ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടില്ല എങ്കിൽ അത് വലിയ തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത്തരത്തിൽ ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. അല്പസമയം മുമ്പാണ് KS ശബരിനാഥൻ അദ്ദേഹം വലിയ തരത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേദിക്ക് സമീപം തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗം നടത്തുന്നതിനിടയിൽ ഈ വേദിക്ക് തൊട്ടരികിലേക്കാണ് ഈ കണ്ണീർവാതകം വന്ന് വീഴുന്നത്. ആ കണ്ണീർവാതകം വീണതിന്റെ തൊട്ട് പിന്നാലെ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കം ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും തുടർച്ചയായി നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം, അതിന് പൊന്നാലെയാണ് ഇത്തരത്തിൽ ഈ ടിയർ ഗ്യാസ് കൂടി പ്രയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതിഷേധം അല്ലെങ്കിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യം അതിന് തൽക്കാലത്തേക്ക് ഒരു അയവ് വന്നു വേണം പറയാൻ. കാരണം ഈ പ്രവർത്തകർ വിടുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് KPCC ഓഫീസിന് സമീപത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ DGP ഓഫീസിന് സമീപത്തുള്ള ബാരിക്കേഡിന് സമീപം ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നിരവധി ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. വേദിയിലുണ്ടായിരുന്ന നേതാക്കൾക്ക് മാത്രമല്ല, പ്രവർത്തകർ അതോടൊപ്പം മാധ്യമ പ്രവർത്തകർ അടക്കം നിരവധി ആളുകൾക്ക് ഈ പോലീസ് നടപടിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം നഗരത്തിൽ സമീപകാലത്തൊന്നും ഇത്തരത്തിൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. കാരണം പോലീസ് ഏകപക്ഷീയമായ തരത്തിൽ തങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അവർ ഒരു വശത്ത് നിന്ന് സംഘടിച്ച KPCC ഓഫീസിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും വേദിയിലുണ്ടായിരുന്ന മുഴുവൻ നേതാക്കളെയും അവിടെ നിന്ന് മാറ്റി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഡാൻ കുര്യനാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കളെയും ഇപ്പോൾ അവിടെ നിന്നും മാറ്റിയിരിക്കുന്നു. പല നേതാക്കൾക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നു. ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ തലകറങ്ങുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നവരെയൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വേദിയിലേക്ക് ടിയർ ഗ്യാസ് പ്രയോഗം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തുടർന്ന് നേതാക്കൾക്കെല്ലാം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലേക്കെല്ലാം കാര്യങ്ങൾ പോവുകയായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക്, വിവാദങ്ങൾക്ക്, വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ഉണ്ടായിരിക്കുന്നത്. പ്രേക്ഷകർ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ടിയർ ഗ്യാസ് പ്രയോഗം അത് വേദിയിലേക്ക് തന്നെ ഉണ്ടാകുന്നു. നേതാക്കൾക്കുടനടി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് പ്രസംഗം നിർത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്ന് മാത്രം വിനയപൂർവ്വം ഓർത്തുകൊണ്ട് ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ അന്യായമായ ഈ സമീപനത്തിനെതിരെ ഈ പോലീസ്
justice. വലിയ പ്രതിഷേധത്തിലേക്ക് തലസ്ഥാനം മാറിയിരിക്കുന്നു. DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ അത് സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ, ഒപ്പം തന്നെ MLA-മാർ, MP-മാർ, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും മുന്നിൽ നിന്ന് നയിച്ച ഒരു മാർച്ചായിരുന്നു DGP ഓഫീസിലേക്ക് നടത്തിയത്. ഉദ്ഘാടന സമയത്ത് പോലീസ് വേദിയിലേക്ക് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന നേതാക്കൾക്കൊക്കെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പിന്നീട് ജലപീരങ്കി പ്രയോഗിക്കുന്നു. അവിടെ നിന്നും പ്രവർത്തകരെ പെട്ടെന്ന് തന്നെ നീക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്.